ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 24 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. അനേകം വൻമരങ്ങളും വന്യമൃഗങ്ങളും തിങ്ങി നിറഞ്ഞ അതിമനോഹരമായ ഒരു കാട്. ആ കാടിൻ്റെ നടുവിലായി വളരെ പ്രായം ചെന്ന ഒരു ഒലിവ് മരവും ദേവദാരു മരവും നിന്നിരുന്നു. അവർ രണ്ടുപേരും ഉറ്റ ചങ്ങാതിമാരാണ്. ഒരു ദിവസം ദേവദാരു മരം അല്പം ഈർഷ്യയോടെ ഒലിവ് മരത്തോട് പറഞ്ഞു, എടോ ചങ്ങാതി, ഈ പക്ഷികളുടെ ശല്യം കൊണ്ട് നമുക്ക് പൊറുതിമുട്ടി. കിലുക്കിലാന്ന് ചിലച്ചുകൊണ്ട് ഇവ നമ്മുടെ ദേഹത്തൂടെ ചാടി നടക്കും. നമ്മുടെ ചില്ലകളിൽ കൂടുവെച്ച് കീ 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 എന്ന് എപ്പോഴും മൂളിക്കൊണ്ടിരിക്കും. ഹോ, ഇവറ്റെ നാട് കടത്താതെ നിവൃത്തിയില്ല. ഇത് കേട്ട് സൗമ്യനും വയസ്സനുമായ ഒലിവ് മരം പറഞ്ഞു, അയ്യോ, അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുതേ. ഈ പക്ഷികളെല്ലാം നമ്മുടെ കൂട്ടുകാരാണ്. അവർക്ക് പാർക്കാൻ ഇടം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. നമുക്ക് വേരുറപ്പിച്ച് വളരാൻ ഭൂമിയല്ലേ ഇടം തരുന്നത്? അതുപോലെ നാം ഈ പക്ഷികളെയും സഹായിക്കണം. പക്ഷേ ഒലിവ് മരത്തിൻ്റെ അഭിപ്രായം ദേവദാരുവിന് ഇഷ്ടപ്പെട്ടില്ല. പക്ഷികളെ അവിടുന്ന് നാട്ടിപ്പായിക്കുമെന്ന് ദേവദാരു പ്രഖ്യാപിച്ചു. മറ്റു മരങ്ങളെല്ലാം ദേവദാരുവിൻ്റെ അനുകൂലികളായിരുന്നു. അവരും പക്ഷികളെ നാട് കടത്താൻ തക്കം പാർത്തിരുന്നു. ഒരിക്കൽ കാറ്റാഞ്ഞു വീശാൻ തുടങ്ങിയപ്പോൾ മരങ്ങൾ ശക്തിയായി അവരുടെ ശിഖരങ്ങൾ ഉലച്ചു. പക്ഷികൾ ഭയന്നുറക്ക കരഞ്ഞു. എങ്കിലും ഫലമുണ്ടായില്ല. കുറേ നേരം നീണ്ടുനിന്ന ശക്തിയായ കാറ്റിൽപ്പെട്ട പക്ഷിക്കൂടുകൾ ഓരോന്നോരോന്നായി തകർന്നു വീണു. വീടും കൂടും നഷ്ടപ്പെട്ട പാവം പക്ഷികൾ അകലേക്ക് പറന്നുപോയി. അതോടെ കാടാകെ ശാന്തമായി. ഒരു ശബ്ദം പോലുമില്ല. ശല്യക്കാർ സ്ഥലം വിട്ടല്ലോ, ഇനി സ്വൈര്യമായി ജീവിക്കാം. ദേവദാരു മരത്തിന് കൂട്ടുകാർക്കും സന്തോഷമായി. പക്ഷേ മരങ്ങളുടെ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല. പക്ഷികൾ ഇല്ലാതായതോടെ കാട്ടിൽ കീടങ്ങൾ പെരുകാൻ തുടങ്ങി. കീടങ്ങൾ മരങ്ങളുടെ ഇലകളിലെല്ലാം മുട്ടയിട്ടു. മുട്ടകൾ വിരിഞ്ഞ് പുറത്തു വന്ന പുഴുക്കൾ ആർത്തിയോടെ പച്ചിലകൾ കാർന്നു തിന്നു. ഇലകൾ നഷ്ടപ്പെട്ട മരങ്ങൾ കരിഞ്ഞുണങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് തങ്ങൾ ചെയ്ത വിഡ്ഢിത്തം ദേവദാരുവിനും കൂട്ടുകാർക്കും മനസ്സിലായത്. വയസ്സനായ ഒലിവ് മരം പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഇപ്പോൾ അവർക്ക് തോന്നി. പ്രകൃതി എല്ലാവരുടെയും തറവാടാണ്. അവിടെ മനുഷ്യർക്ക് മാത്രമല്ല, മൃഗങ്ങളും പക്ഷികളും മരങ്ങളും സസ്യങ്ങളും എല്ലാം ഉണ്ട്. ഒരു പരസ്പര സഹായ സംഘം പോലെയാണ് പ്രകൃതി. മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. മരങ്ങളും സസ്യലതാദികളും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പക്ഷികളുടെയും മിത്രങ്ങളാണ്. എല്ലാത്തരം ജീവനും മനുഷ്യജീവൻ, ജന്തുജീവൻ, സസ്യജീവൻ ഒത്തുചേരുന്നതാണ് പ്രകൃതിയുടെ ആദിമ പരിശുദ്ധി. പ്രിയമുള്ളവരെ, കഥയിലെ ദേവദാരുവിൻ്റെ മനോഭാവമാണ് പലർക്കും ഇന്ന്. സ്വന്തം സുഖം, സൗകര്യം, അത്രമാത്രം. മറ്റുള്ളവരെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല. പക്ഷികളെ തൻ്റെ ചില്ലുകളിൽ തത്തിക്കളിക്കുവാനും കൂടുകൂട്ടുവാനും ദേവദാരു ക്ഷണിക്കേണ്ടതായിരുന്നു. വൃക്ഷശിഖരങ്ങൾ പക്ഷികൾക്ക് സങ്കേതമാക്കേണ്ടതാണ്. വൃക്ഷത്തണലിൽ മനുഷ്യർക്കും മൃഗങ്ങൾക്കും വിശ്രമിക്കാം. വൃക്ഷശിഖരങ്ങളിലെ പക്ഷികൾ വൃക്ഷങ്ങളുടെ മിത്രങ്ങളാണ്. അവയുടെ ശബ്ദം അന്തരീക്ഷത്തെ ശ്രുതിമധുരമാക്കുന്നു. നമുക്കുള്ള സൗകര്യങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. ബലവാന്മാർ ബലഹീനരെ ആട്ടിപ്പായിക്കാതെ അവർക്ക് ആശ്രയം നൽകണം. സമ്പന്നർ തങ്ങളുടെ ധനം ദരിദ്രർക്ക് കൂടി പ്രയോജനപ്പെടുത്തണം. മനുഷ്യർ തമ്മിൽ തമ്മിൽ സഹകരണം ആവശ്യമാണ്. നാം പ്രകൃതിയെ അകമഴിഞ്ഞ് സ്നേഹിക്കണം. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഒരേ പിതാവിൻ്റെ മക്കളാണെന്നുള്ള സത്യം നാം എല്ലായ്പ്പോഴും ഓർക്കണം. പ്രകൃതിയും മനുഷ്യനും കൈകോർക്കുമ്പോൾ പ്രശാന്ത സുന്ദരമായ ലോകം അവിടെ തുറക്കപ്പെടുന്നു. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വാഗ്ദത്തം നൽകിയതായ സുന്ദരമായ പ്രകൃതിയെ സംരക്ഷിക്കുവാനും അതിനെ കാത്തു സൂക്ഷിക്കുവാനുള്ള കൃപ ഈ പ്രഭാതത്തിലെ വചനധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. മറ്റുള്ളവരുടെ ഇല്ലായ്മയിൽ അവരെ സഹായിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.